Hello students, today let us see some more topics on cache memory. Processor is much faster than the main memory. As a result, the processor has to spend much of its time waiting while instructions and data are being fetched from the main memory. അതായത് ഇവിടെ നമുക്ക് പ്രൊസസ്സർ എന്ന് പറയുന്നത് മെയിൻ മെമ്മറിനേക്കാളും ഫാസ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ മെയിൻ മെമ്മറിയിൽ നിന്ന് ഡേറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്ന സമയത്ത് പ്രൊസസ്സർ ചില സമയത്ത് ഇറ്റ് ഹാസ് ടു വെയിറ്റ്. അപ്പം കുറേയെല്ലാം സമയം വേസ്റ്റാണ് ആൻഡ് ഗുഡ് പെർഫോമൻസിന് അതൊരു എന്തായാലും തടസ്സമാണ്. ദാറ്റ് ഇസ് മേജർ ഓബ്സ്റ്റിക്കിൾ ടുവേർഡ്സ് അച്ചീവിങ് ഗുഡ് പെർഫോമൻസ്. സോ സ്പീഡ് അതുപോലെ തന്നെ ഇപ്പം മെയിൻ മെമ്മറിൻ്റെ സ്പീഡ് അങ്ങനെ കൂട്ടാനും പറ്റില്ല. അതുകൊണ്ട് ആണ് ക്യാഷ് മെമ്മറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ architectural arrangement which makes the main memory appear faster to the processor than it really is. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത് അത് മെയിൻ മെമ്മറിനെ കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് തോന്നിക്കും. അതായത് ഇപ്പം ഫാസ്റ്റ് അല്ലെങ്കിലും അത് ഫാസ്റ്റർ അതിൻ്റെ പെർഫോമൻസ് കാരണം അത് ഫാസ്റ്ററായിട്ട് തോന്നും. Cache memory is actually based on the property of computer programs known as locality of reference. അപ്പോൾ ഇവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അപ്പോൾ എന്താണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്? അപ്പോൾ നമുക്കിവിടെ അനാലിസിസ് ഓഫ് പ്രോഗ്രാംസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെനി ഇൻസ്ട്രക്ഷൻസ് ഇൻ ലോക്കലൈസ്ഡ് ഏരിയാസ് ഓഫ് എ പ്രോഗ്രാം ആർ എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ഡ്യൂറിങ് സം പീരിയഡ് ഓഫ് ടൈം വൈൽ ദ അതേഴ്സ് ആർ ആക്സസ് റിലേറ്റീവ്ലി ലെസ് ഫ്രീക്വൻ്റ്ലി. അതായത് ഇപ്പോൾ ഇവിടെ ചില പ്രോഗ്രാംസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ സം ഇൻസ്ട്രക്ഷൻസ്, അതായത് ചില ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ മെനി ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് ലൊക്കലൈസ്ഡ് ഏരിയാസിൽ അത് എപ്പോഴും റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അത് പക്ഷേ ചില ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ അത് തീരെ എക്സിക്യൂട്ട് ചെയ്യാതെയും ഉണ്ടാവും. അപ്പം ആ ഒരു ഇതാണ് പ്രോപ്പർട്ടിയാണ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ട് ടൈപ്പാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ടെമ്പോറൽ locality of reference and spatial locality of reference. അപ്പോൾ എന്താണ് ടെമ്പോറൽ? ടെമ്പോറൽ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി എക്സിക്യൂട്ടഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ലൈക്ലി ടു ബി എക്സിക്യൂട്ടഡ് അഗെയിൻ വെരി സൂൺ. അതായത് ഇപ്പോൾ തൊട്ട് മുമ്പ് എക്സിക്യൂട്ട് ചെയ്ത ഇൻസ്ട്രക്ഷൻ അത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അത് വേഗം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഇൻ ലൂപ്സ്, നെസ്റ്റഡ് ലൂപ്സ്, then repeatedly called subroutines, then setting a variable and then reusing it many times. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ റീസെൻ്റ്ലി അതായത് എക്സിക്യൂട്ട് ചെയ്ത ഇത് വെച്ചാൽ ലൂപ്സിലാണ്. അപ്പോൾ നമുക്കിപ്പം ലൂപ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ അഡ്രസ്സിങ് മോഡ്സ് എടുത്തപ്പോഴേ MyPS അഡ്രസ്സിങ് മോഡ്സ് എടുത്തപ്പോൾ അവിടെ നമ്മൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം BNE ദാറ്റ് ഇസ് ബ്രാഞ്ച് ഇഫ് നോട്ട് ഈക്വൽ. അപ്പോൾ അത് ലൂപ്പ് ആയിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് അത് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതാണ് ലൂപ്സ്. ദാറ്റ് ഈസ് അത് ടെമ്പോറലിൻ്റെ ഒരു എക്സാമ്പിളാണ്. ദെൻ നെസ്റ്റഡ് ലൂപ്സ് എന്ന് വെച്ചാൽ ഒരു ലൂപ്പിനുള്ളിൽ തന്നെ വേറൊരു ലൂപ്പ് കൂടി വന്നാൽ അത് നെസ്റ്റഡ് ലൂപ്സായി. ദെൻ റിപ്പീറ്റഡ്ലി കോൾഡ് സബ് റൂട്ടീൻസ്, അതായത് സബ് പ്രോഗ്രാംസ് ഉണ്ടാവും. അപ്പോൾ അത് എപ്പോഴും സബ് പ്രോഗ്രാംസ് ചിലപ്പം നമുക്ക് ആവശ്യം വരും, അപ്പോൾ അത് കോൾ ചെയ്യും. അപ്പോൾ അതാണ് അത് ടെമ്പോറൽ ടൈപ്പാണ്. ദെൻ സെറ്റിംഗ് എ വേരിയബിൾ, ഒരു വേരിയബിൾ സെറ്റ് ചെയ്തിട്ട് അത് വീണ്ടും റീയൂസ്, അതായത് റീയൂസിങ് ഇറ്റ് മെനി ടൈംസ്, അതും ഒരു എക്സാമ്പിളാണ്. ദെൻ സ്പേഷ്യൽ ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് വിത്ത് അഡ്രസ്സസ് ക്ലോസ് ടു എ റീസെൻറ്റ് ഇൻസ്ട്രക്ഷൻ ആർ ലൈക്ലി ടു ബി എക്സിക്യൂട്ടഡ് സൂൺ. അതായത് ഇപ്പോൾ തൊട്ട് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുക, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇനി എക്സിക്യൂട്ട് ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, അപ്പം എക്സാമ്പിൾ എന്ന് പറയുന്നത് ആറേസ് ആൻഡ് ദ പ്രോഗ്രാം കോഡ്. അപ്പോൾ ഇത് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ക്യാഷ് മെമ്മറി നിന്ന് ഡേറ്റ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പോറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത് അത് കാരണം എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദ പ്രോഗ്രാംസ് ടെൻഡ് ടു റെഫറൻസ് ദ സെയിം മെമ്മറി ലൊക്കേഷൻസ് അറ്റ് എ ഫ്യൂച്ചർ പോയിൻ്റ് ഓഫ് ടൈം. അതായത് സെയിം മെമ്മറി ലൊക്കേഷൻസ് തന്നെ ദ പ്രോഗ്രാംസ് റെഫർ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഫ്യൂച്ചറിൽ അതേ സെയിം ലൊക്കേഷൻസ് തന്നെ റെഫർ ചെയ്തുകൊണ്ടിരിക്കും.
അതുപോലെ തന്നെ ലൂപ്സും ഐട്രേഷനും കാരണം, ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഓപ്പറേഷനാണ്. സോ ലൂപ്സും ഐട്രേഷനും കാരണം പ്രോഗ്രാം സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം ഇൻ വൺ സെക്ഷൻ ഓഫ് കോഡ്. അതായത് ഒരു സെക്ഷൻ ഓഫ് കോഡിൽ തന്നെ കുറേ സമയം ചിലവഴിക്കും. ദെൻ സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ടെൻഡ് ടു റെഫറൻസ് ദ മെമ്മറി ലൊക്കേഷൻ ദാറ്റ് ആർ നിയർ അതർ റീസെൻ്റ്ലി റെഫേർഡ് മെമ്മറി ലൊക്കേഷൻ. അതായത് ആ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെഫറൻസ്, അതായത് ഒരു മെമ്മറി ലൊക്കേഷനാണ് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത അതിൻ്റെ അടുത്ത ലൊക്കേഷൻ ആയിരിക്കും റെഫർ ചെയ്യുക. ദെൻ സീക്വൻഷ്യൽ ലൊക്കാലിറ്റി എന്നും പറയും. സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ സീക്വൻഷ്യൽ ലൊക്കാലിറ്റി എന്നും പറയും. കാരണം ഇൻസ്ട്രക്ഷൻസ് ടെൻഡ് ടു ബി ആക്സസ് സീക്വൻഷ്യലി ഒന്നിന് പുറകെ ഒന്നായിരിക്കും ആക്സസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ സിലബസിൽ പറയുന്നൊരു ടോപ്പിക്കാണ് ക്യാഷ് സൈസ്. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് ക്യാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലെവൽ 1 ആൻഡ് ലെവൽ 2. സോ ലെവൽ 1 ദാറ്റ് ഈസ് L1 ക്യാഷ് എന്നും പറയും അതിനെ. ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ CPU-ൻ്റെ ഇൻസൈഡ് ആയിരിക്കും. ഓക്കെ. ദെൻ മെമ്മറി സൈസ് എന്ന് പറയുന്നത് 2 KB to 64 KB. ആൻഡ് ദർ ആർ 2 ടൈപ്സ് ഓഫ് L1 ക്യാഷ്, ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ക്യാഷ് ആൻഡ് ഡേറ്റ ക്യാഷ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ക്യാഷ് എന്ന് പറയുന്നത് അത് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോഡ്, പ്രോഗ്രാമിൻ്റെ കോഡ് സ്റ്റോർ ചെയ്യുന്നത് അവിടെയാണ്. വരാസ് ഡേറ്റ, ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് യൂസ് ചെയ്യുന്ന എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ ക്യാഷിലാണ്. Then we have L2, that is level 2 cache, that is it may be placed inside or outside the CPU, and the memory size is 256 KB to 512 KB. Okay. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. അതായത് ക്യാഷ് അതായത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് CPU റിക്വസ്റ്റ് ദ കണ്ടൻസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. അപ്പോൾ ആദ്യം CPU റിക്വസ്റ്റ് ചെയ്യും, അതായത് ആ ലൊക്കേഷനിലെ മെമ്മറി ലൊക്കേഷനിലെ കണ്ടൻസ് റീഡ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യും. എന്നിട്ട് ചെക്ക് ചെയ്യും ക്യാഷിൽ ആ ഡേറ്റ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇഫ് പ്രസൻറ്റ് ദെൻ ഗെറ്റ് ഫ്രം ക്യാഷ്. അപ്പം CPU ആ ഡേറ്റ ക്യാഷിലുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ എടുക്കും. ഓക്കെ. ആൻഡ് ഇഫ് നോട്ട് പ്രസൻറ്റ്, അതില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, റീഡ്സ് എ റിക്വയർഡ് ബ്ലോക്ക് ഫ്രം ദ മെയിൻ മെമ്മറി ടു ക്യാഷ്. അപ്പം മെയിൻ മെമ്മറിയിൽ നിന്ന് അത് എന്ത് ചെയ്യണം, മെയിൻ മെമ്മറിയിൽ നിന്ന് അത് ക്യാഷിലേക്ക് കൊണ്ടുവരണം, അത് ഇല്ലെങ്കിൽ. സോ എന്നിട്ട് അതിന് ശേഷമാണ് ക്യാഷിൽ നിന്ന് CPU-ലേക്ക് ഡെലിവർ ചെയ്യുന്നത്. ആൻഡ് ക്യാഷ് ഇൻക്ലൂഡ്സ് ആക്ച്വലി ടാഗ്സ് ടു ഐഡൻറ്റിഫൈ വിച്ച് ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി ഈസ് ഇൻ ഈച്ച് സ്ലോട്ട്. ഓരോ സ്ലോട്ടിൽ, അതായത് മെയിൻ മെമ്മറീൻ്റെ ഏത് ബ്ലോക്ക്, മെയിൻ മെമ്മറീൻ്റെ ഏത് ബ്ലോക്ക് ക്യാഷിൻ്റെ ഏത് സ്ലോട്ടിലാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ടാഗ്സ്. ഓക്കെ. അത് നമുക്ക് പിന്നീട് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ വിത്ത് എക്സാമ്പിൾ നോക്കാം. ഇനി നമുക്ക് മാപ്പിംഗ് ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ മാപ്പിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അറ്റ് എനി ഗിവൻ ടൈം ഓൺലി സം ബ്ലോക്സ് ഇൻ ദ മെയിൻ മെമ്മറി ആർ ഹെൽഡ് ഇൻ ദ ക്യാഷ്. അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം CPU എടുക്കുന്നത് പെട്ടെന്ന് തന്നെ ക്യാഷിൽ നിന്ന് ഡേറ്റ എടുക്കും, എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അതാണല്ലോ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മെമ്മറിയാണ്. ഓക്കെ. പക്ഷേ മെയിൻ മെമ്മറിയിൽ നിന്ന് അത് എടുത്ത് ക്യാഷിലേക്ക് ഇടണം. സോ ഏത് ബ്ലോക്സ്, അതായത് കുറച്ച് ബ്ലോക്സ് മാത്രമേ ക്യാഷിലേക്ക് ഒരു സമയത്ത് ഇടാൻ പറ്റൂ. ഒരു സമയത്ത് കുറച്ച് ബ്ലോക്സ് മാത്രമേ മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് ഇടാൻ പറ്റൂ. അപ്പോൾ ഏത് ബ്ലോക്സാണ് മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് ഇടുന്നത് അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് മാപ്പിംഗ് ഫംഗ്ഷൻ. ഓക്കെ. വിച്ച് ബ്ലോക്സ് ഇൻ ദ മെയിൻ മെമ്മറി ആർ ഇൻ ദ ക്യാഷ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ മാപ്പിംഗ് ഫംഗ്ഷൻ. ആ മാപ്പിംഗ് ഫംഗ്ഷൻ വെച്ചിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. And there are 3 mapping functions, that is direct mapping, associative mapping and set associative mapping. Okay. ഇപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മാപ്പിംഗ്. അപ്പം ക്യാഷ് മാപ്പിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം.